ദൈവതിരുനാമത്തിന് മഹത്വം. വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി സമാഗതമായിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് മാനവരക്ഷയ്ക്ക് വേണ്ടി ഭൂജാതം ചെയ്ത ഉണ്ണിയേശുവിൻ്റെ തിരുവവതാരം ആചരിക്കുവാൻ, അനുസ്മരിക്കുവാൻ ലോക ജനത ഒരുങ്ങിക്കഴിഞ്ഞു. ലോകമെങ്ങും ആഹ്ലാദത്തിൻ്റെ തിമിർപ്പിലാണ്. ലോക ജനത യേശുവിനെ പുൽക്കൂടുകളിലും നക്ഷത്രങ്ങളിലും ബാറുകളിലും ഒക്കെ പിറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ എത്ര പേർക്ക് ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂടുകളാക്കി രൂപാന്തരപ്പെടുത്തി സ്നേഹത്തിൻ്റെ ആ പുൽക്കൂട്ടിൽ, സന്തോഷത്തിൻ്റെ ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ പിറപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തുമസ് ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യേശു ഒരു പ്രാവശ്യം കൂടി മനുഷ്യാവതാരം ചെയ്യുവാൻ ശ്രമിച്ചാൽ അതിന് സാധ്യമായ ഒരു കാലഘട്ടത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ഉണ്ണിയേശു ഒന്നുകൂടി ജനിക്കുവാൻ തീരുമാനിച്ചാൽ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വീണ്ടും ഉണ്ണിയേശുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതമായി താരതമ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മറിയം ഈ ക്രിസ്മസിൽ ഏറ്റവും അറിയപ്പെട്ട മറിയം, വിശുദ്ധിയായ മറിയം ഈ ക്രിസ്മസിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. കാരണം മറിയം എളിമയുടെ, വിനയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നുവെങ്കിൽ ഗബ്രിയേൽ മാലാഖ കൃപ കൊണ്ട് നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്തപ്പം ഒരിക്കലും അഹങ്കരിക്കാതെ, അഹംഭാവം കാണിക്കാതെ വിനയപ്പെട്ട മറിയം നമുക്കെല്ലാം എന്നും ഒരു പ്രചോദനമാണ്. കൃപ ലഭിച്ച മറിയം ആ കൃപ പൂഴ്ത്തിവെക്കാതെ ആ കൃപയുമായി, ആ കൃപയുടെ അനുഭവമായി തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുകയാണ്. എലിസബത്തിനും ദൈവകൃപ ലഭിച്ചവളാണ്. എന്നാൽ കൃപ ലഭിച്ച എലിസബത്ത് ആ കൃപ പൂഴ്ത്തിവെച്ചു. എന്നാൽ മറിയം തനിക്ക് ലഭിച്ച കൃപ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിന് വ്യക്തിത്വമായ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. കൃപ നിറഞ്ഞ മറിയം എലിസബത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്ദന സ്വരം പുറപ്പെടുവിച്ചപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ടു. അതാണ് കൃപയുടെ അനുഭവം. കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ട ഗർഭസ്ഥ ശിശു, ആ ഗർഭസ്ഥ ശിശു ഉള്ളിൽ നിന്നും തുള്ളിച്ചാടിയപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവഗാനം മറിയം പാടുകയാണ്. മറിയം പാടിയ വിപ്ലവഗാനമാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും മാറ്റിമറിച്ച വിപ്ലവഗാനം. കാരണം അവൾ പാടിയത് ധനവാന്മാരെ ദരിദ്രരാക്കുന്ന ഒരു ദൈവം, താഴ്മയുള്ളവരെ ഉയർത്തുന്ന ഒരു ദൈവം, ഉന്നതന്മാരെ താഴ്ത്തുന്ന ഒരു ദൈവം, സമ്പന്നന്മാരെ പട്ടിണിക്കിടുന്ന ഒരു ദൈവം, എന്നാൽ ദരിദ്രന്മാരെ സംതൃപ്തരാക്കുന്ന ഒരു ദൈവം. ഇതല്ല ഏറ്റവും വലിയ വിപ്ലവം. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വിപ്ലവഗാനമാണ് മറിയം പാടിയത്. എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശു ആ വിപ്ലവഗാനം കേട്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവർ ഈ ഭൂമിയിലേക്ക് വന്ന് ഏറ്റവും വലിയ വിപ്ലവകാരിയായി മാറുകയാണ്. കാരണം അദ്ദേഹം പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവേനെന്ന് മാത്രം. യോഹന്നാൻ സ്നാപകൻ 100 സ്റ്റേജുകളിൽ പ്രസംഗിച്ചില്ല. ഒരേ ഒരു സ്റ്റേജ് മാത്രം, യോർദാൻ നദിയുടെ തീരം മാത്രം. അദ്ദേഹം പ്രസംഗിച്ച ഒരേ ഒരു വിഷയം മാനസാന്തരപ്പെടുവേൻ എന്നും മാത്രം. മാത്രമല്ല, അദ്ദേഹം വിളിച്ചത് സമൂഹത്തിൻ്റെ നേർക്ക് നോക്കി, തിന്മയുടെ നേർക്ക് നോക്കി അദ്ദേഹം വിളിച്ചു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപം വിട്ട് ഓടി ഒളിക്കുവേൻ. കാരണം അദ്ദേഹം ആ മാനസാന്തരപ്പെടുവേൻ എന്ന പ്രസംഗം പ്രസംഗിച്ചത് തൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ പറഞ്ഞു, അവൻ്റെ ചെരുപ്പ് പോലും അഴിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞു. അവനാണ് കടന്നു വരുന്നത്. അവനെ സ്വീകരിക്കണമെങ്കിൽ സാധാരണ ഹൃദയങ്ങൾക്ക് സാധ്യമല്ല, അന്തരം എന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് അവൻ പറഞ്ഞു മാനസാന്തരപ്പെടുവനെന്ന്. മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറുവാൻ സാധിക്കുമ്പോൾ മാത്രം അവനെ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവീൻ. നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ണിയേശു പിറക്കണമെങ്കിൽ
അന്തരം എന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂടുകളാക്കി രൂപാന്തരപ്പെടുത്തണം. വിദ്വേഷവും അഹങ്കാരമുള്ള ഹൃദയങ്ങളെയൊക്കെ മാറ്റി സ്നേഹമുള്ള, വിനയമുള്ള ഒരു ഹൃദയമായി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ക്രിസ്തുമസ് സാധ്യമാകുമെങ്കിൽ മാത്രമേ ക്രിസ്തുമസ് ഒരു യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. എന്നാൽ ഇന്ന് എത്ര പേര് ഹൃദയങ്ങളിൽ ഉണ്ണിയേശുവിനെ പിറപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്? പല ക്രിസ്തുമസുകളും ആഘോഷങ്ങളായി മാറ്റപ്പെടുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്നത് ക്രിസ്തുമസ് ദിനത്തിലാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കപ്പെടുന്നത് ക്രിസ്തുമസ് ദിനത്തിലാണ്. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികൾ ഉണ്ടാകണം. അന്തരം വന്ന ക്രിസ്ത്യാനികൾ ഉണ്ടാകണം. ഹൃദയത്തിൽ ഉണ്ണിയേശു നമ്മളെ കാണുമ്പോൾ പറയണം, യെസ് ഹീസ് എ ക്രിസ്ത്യൻ. ക്രിസ്തു ഉള്ളിലുള്ളവനെന്ന് പറയുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു വന്ന് പിറക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഒരു ദിനപത്രത്തിൽ വന്ന എവിടെയോ വായിച്ചെറിഞ്ഞ ഒരു ശകലം എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. അദ്ദേഹം എഴുതി, സാന്താക്ലോസിന് ഇഷ്ടമായിരുന്നു എനിക്ക് ഇന്നലെ വരെ. ആ എഴുത്തുകാരൻ അത് എഴുതുവാൻ കാരണം ക്രിസ്മസിൻ്റെ തലേ ദിവസം അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിവെക്കത്ത് വലിയൊരു ആൾക്കൂട്ടം. കാറ് നിർത്തി അദ്ദേഹം തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു ക്രിസ്മസ് കരോൾ സംഘമാണ്. അവർ ക്രിസ്മസ് ഗാനം ആലപിക്കുന്നതിന് ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ച് കടന്നു വന്ന ഒരു സംഘാംഗം. എന്നാൽ അദ്ദേഹം ആൾക്കൂട്ടം വകഞ്ഞ് മുന്നിലോട്ട് കടന്നു ചെന്നപ്പോൾ സാന്താക്ലോസിൻ്റെ വേഷത്തിലൊരു മനുഷ്യൻ മദ്യത്തിന് അടിമപ്പെട്ട് മദ്യത്തിൻ്റെ ലഹരിമൂത്ത് റോഡ് വക്കിൽ കിടക്കുകയാണ്. അദ്ദേഹമില്ലാതെ എങ്ങനെ ക്രിസ്മസ് സംഘത്തിന് വീടുകളിൽ പോകുവാൻ സാധിക്കും? ഛർദ്ദിച്ച് വസ്ത്രം മുഴുവനും വൃത്തിഹീനമാക്കി ആ മനുഷ്യനെ ചുമന്നുകൊണ്ട് എങ്ങനെ ഭവനങ്ങളിലേക്ക് പോകും? അതുകൊണ്ട് ആ എഴുത്തുകാരൻ എഴുതി, സാന്താക്ലോസിനെ എനിക്കിഷ്ടമായിരുന്നു ഇന്നലെ വരെ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വേഷങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതം അത് കാണുമ്പോൾ മറ്റുള്ളവർ പറയുമോ യേശുവിനെ എനിക്കിഷ്ടമായിരുന്നു, എന്നാൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സ് പതറിപ്പോവുകയാണെന്ന്? നമ്മളെ കാണുന്നവർ ഓരോരുത്തരും പറയണം, യേശുവിനെ എനിക്കിഷ്ടമാണ്, ഈ മനുഷ്യനെ എനിക്കിഷ്ടമാണ്. കാരണം ഇവൻ്റെ ഹൃദയത്തിൽ യേശുവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ യേശുവിനെ പിറപ്പിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുമസ് ഒരു യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ വചനം ശക്തമായി പറയുകയാണ്, മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെട്ട് നല്ല ഹൃദയവുമായി യേശുവിനെ സ്വീകരിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ പുതുവർഷം നമുക്ക് ചൈതന്യമുള്ള വർഷമായി മാറുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെയും യേശുവിനെ പിറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്തുമസിന് ഞാൻ ശുശ്രൂഷിക്കുന്ന വെല്ലൂർ CMC മെഡിക്കൽ കോളേജിന് സമീപമുള്ള സാന്ത്വന ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിൽ ക്രിസ്റ്റ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി കടന്നു വന്നത് ഇന്നും എൻ്റെ സ്മരണയിലുണ്ട്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പ്രസംഗങ്ങൾ കേട്ട് എൻ്റെ അടുക്കൽ ആ കുട്ടി കടന്നു വന്ന് പറഞ്ഞു, പ്രസംഗം എന്നെ ഏറെ സ്പർശിച്ചു, യേശു എൻ്റെ ഹൃദയത്തിലും പിറക്കണം എന്ന് പറഞ്ഞ പെൺകുട്ടി മാരകമായ രോഗത്തോട് മല്ലടിക്കുമ്പോൾ അവളുടെ അസുഖം ലുക്കേമിയ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ട ആ കുഞ്ഞിൻ്റെ ചരിത്രം പറയുമ്പോൾ, വയനാട്ടിലെ ഒരു സാധു കുടുംബത്തിൽ 5 സെൻറ്റ് സ്ഥലം മാത്രം സ്വന്തമായുള്ള ഒരു പെൺകുട്ടി, 2 സഹോദരിമാർ, കൂലിപ്പണിക്കാരായ അപ്പനും അമ്മയും കടന്നു വന്ന് ചികിത്സ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. സഹോദരികളുടെ ബോൺ മാരോ മാച്ച് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ കുറഞ്ഞു കിട്ടും. എന്നാൽ അത് മാച്ച് ചെയ്തില്ലെങ്കിൽ വിദേശത്ത് നിന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണമെങ്കിൽ 30 ലക്ഷം രൂപ മിനിമം. 5 സെൻറ്റ് സ്ഥലം മാത്രം സ്വന്തമായുള്ളൊരു കുഞ്ഞ്, കൂലിപ്പണിക്കാരായ അപ്പനും അമ്മയും, എങ്ങനെ ചികിത്സ? പല ആളുകളുമായി ബന്ധപ്പെട്ടിട്ടും പല മീഡിയകളിൽ ശ്രമിച്ചിട്ടും കിട്ടിയത് കേവലം ലക്ഷങ്ങൾ മാത്രം. ഒടുവിൽ അപ്പൻ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ ക്രിസ്റ്റിയുടെ പിതാവ് പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്വന്തമായുള്ള ആ ഭൂമി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തട്ടെ,
ബാക്കി ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. അന്ന് ആ പെൺകുട്ടി ധീരതയോട് പറഞ്ഞു, അപ്പാ, എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഇന്നത്തെ സമൂഹത്തിൽ ഈ 2 സഹോദരിമാരെ വീടുകളിൽ നിന്ന് വെളിയിലിറക്കിയാൽ പോലും ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ എൻ്റെ സഹോദരിമാരെ തെരുവിലേക്ക് ഇറക്കുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ദൈവം എൻ്റെ മരണമാണ്, എനിക്ക് അതിനിപ്പോൾ തയ്യാറുമാണ്, ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് നടത്തില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി മാസങ്ങളോളം നമ്മുടെ സെൻറ്ററിൽ താമസിച്ചു. ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞ ഇത്ര വിനയമുള്ള, സ്നേഹമുള്ള, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന, നിമിഷ പ്രാർത്ഥനയൊക്കെ ഇത്രയും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി, 6 മാസത്തെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എന്നെയേറെ സ്വാധീനിച്ച ഒരു പെൺകുട്ടി. ഒടുവിൽ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ് നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് അഡ്മിറ്റാവുകയാണ്. പക്ഷെ എന്നും പ്രാർത്ഥനയുടെ സമയം കഴിയുമ്പോൾ ആ പെൺകുട്ടി ഫോണിൽ വിളിച്ച് സെൻറ്ററിലെ ഓരോ കാര്യങ്ങളും, രോഗികളുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കും. പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിപ്പിക്കുന്നത്. മാരകമായി രോഗങ്ങൾ മൂർച്ഛിച്ചു വന്നപ്പോൾ ഒരു ദിവസം ആ പെൺകുട്ടി, ഞാൻ ഇന്നും ഓർക്കുന്നു, ഓഗസ്റ്റ് മാസം ആദ്യത്തെ 2011 ഓഗസ്റ്റ് മാസം ആദ്യത്തെ ഒരാഴ്ചയിൽ ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ഈ രോഗമൊക്കെ സഹിക്കാൻ, വേദനകൾ സഹിക്കാൻ, ആരെയും കുറ്റപ്പെടാതെ കൃപ കൊണ്ട് നിറയുവാൻ, എൻ്റെ ഹൃദയത്തിൽ യേശു ഒന്ന് നിറയുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മുഖം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. രോഗം മൂർച്ഛിച്ചു വന്നപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, 2014 ഓഗസ്റ്റ് മാസം 13-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം മാതാവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ അടുത്തു വരികയാണ്. എനിക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കണം. അമ്മയുടെ ആ ദിവസം എനിക്ക് മരിക്കാൻ സാധിച്ചാൽ എൻ്റെ മരണസമയത്തും അമ്മയുണ്ടാകും, എൻ്റെ ജീവിത അന്ത്യം വരെയും അമ്മയുണ്ടാകും. എൻ്റെ ജീവിതത്തിന് ശേഷവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ എനിക്ക് കൂട്ടായി അന്ന് തന്നെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, തിരുമേനി, അതിനുള്ള ഏർപ്പാടുകളൊക്കെ നടത്തണം. അന്ന് അതിരാവിലെ കുളിച്ചൊരുങ്ങി ആദ്യമായി സാരി ജീവിതത്തിൽ ധരിച്ച് മാതാവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ ദിവസം വിശുദ്ധ കുർബാന അനുഭവിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് അവൾ ആ ആരാധനാലയത്തോട് ചേർന്ന് ഓർഫനേജിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അന്നത്തെ ദിവസം അവിടെ ചെലവഴിക്കുകയാണ്. അന്ന് തിരിച്ചു പോരാൻ നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനന്ന് ബോംബെ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അന്ന് ബോംബെ ബൈക്കുള്ള പള്ളിയിലെ ശുശ്രൂഷ, സ്വർഗാരോഹണ ശുശ്രൂഷ, മാതാവിൻ്റെ സ്വർഗാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, ഇന്ന് തന്നെ എനിക്ക് മരിച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. ഞാൻ ആ കൊച്ചിനോട് ഒത്തിരി പറഞ്ഞു, മോളെ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പം ഞാൻ നേരെ വരുന്നത് കോഴിക്കോട്ടേക്കായിരിക്കും, എനിക്ക് മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ അവസാനിപ്പിച്ചു. കൊച്ചി എയർപോർട്ടിൽ വന്ന് ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ ഫോൺ എടുത്തത് ക്രിസ്റ്റിയുടെ മാതാവാണ്. മാതാവ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, തിരുമേനി, അവൾ പോയി എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ ധീരമായ ജീവിതം ഇന്നും എൻ്റെ സ്മരണയിലുണ്ട്. മാതാവിനോട് ഇത്ര ഭക്തിയുള്ള, ഹൃദയത്തിൽ യേശുവിനെ ജനിപ്പിച്ച, വിശ്വാസത്തിൽ മൂർത്തിയായ, സഹോദരിമാരെ സ്നേഹിച്ച, ആരെയും കുറ്റപ്പെടുത്താത്ത, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്റ്റിയെ പോലെ ആകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് ക്രിസ്തുമസ് ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്തുമസ് ഒരു യാഥാർത്ഥ്യമായി തീരണം. ക്രിസ്തുമസിന് അന്ന് നമുക്ക് അറിയാം, വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെക്കുവാൻ കിഴക്ക് നിന്ന് വിദ്വാൻമാർ കടന്നു വന്നു. അവർ ഉണ്ണിയേശുവിനെ കുമ്പിട്ട് പൊന്ന് കാഴ്ചവെച്ചതിൻ്റെ അർത്ഥം പൊന്ന് രാജ്യത്വത്തെ കാണിക്കുകയാണ്. ഇവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവന് രാജാക്കന്മാരുടെ രാജാവായ ഉണ്ണിയേശുവിനെ കുമ്പിട്ട് നമസ്കരിച്ചു. മൂര് കാഴ്ചവെക്കുവാൻ കാരണം പ്രവാചകത്വത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. നീ പ്രവാചകന്മാരുടെ പ്രവാചകനാണെന്ന് പറഞ്ഞ് അവർ മൂര് കാഴ്ചവെച്ചു. കുന്തിരിക്കം കാഴ്ചവെക്കുവാൻ പൗരോഹിത്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കുന്തിരിക്കം. അതുകൊണ്ട് കുന്തിരിക്കം കാഴ്ചവെച്ചുകൊണ്ട് പറഞ്ഞു, നീ പുരോഹിതന്മാരിൽ പുരോഹിതനാണ്. അത് യേശുവിനെ
രാജാക്കന്മാരുടെ രാജാവായി, പുരോഹിതന്മാരുടെ പുരോഹിതനായി, പ്രവാചകന്മാരുടെ പ്രവാചകനായി എന്ന് കുമ്പിട്ട് സ്വീകരിക്കുവാൻ സാധിക്കുമോ, അന്നാണ് ക്രിസ്തുമസ് യാഥാർത്ഥ്യമായി തീരുക. അതല്ല, യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ, യേശുവിനെ പുരോഹിതന്മാരുടെ പുരോഹിതനായി, രാജാക്കന്മാരുടെ രാജാവായി, പ്രവാചകന്മാരുടെ പ്രവാചകനായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമായി തീരുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം ഓരോ വ്യക്തികളും, ഈ സമൂഹം നമ്മളെ കണ്ട് പറയണം, എനിക്കും ക്രിസ്തുവിനെ അനുകരിക്കണം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, അതുപോലെ വേദപുസ്തകത്തെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു, പക്ഷേ ക്രിസ്ത്യാനികളെ എനിക്കിഷ്ടമല്ല. അതാണ് ലോകമഹാന്മാർ അനേകം പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ട്. നമ്മളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുവാൻ കാരണം, അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് പേര് വിളിക്കുവാൻ കാരണം, നമ്മുടെ പിതാക്കന്മാർ ജീവിച്ചത് യേശുവിനെ പോലെ തന്നെ, അവരുടെ ജീവിതം യേശുവിനെ പോലെ തന്നെ മറ്റുള്ള ആളുകൾ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. ഇവിടെ മലങ്കര സഭയിൽ മാർത്തോമാ ശ്ലീഹ വന്ന് ദിവ്യമായ സുവിശേഷം അറിയിച്ചപ്പോൾ അനേകം ജാതികൾ യേശുവെങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ മറ്റുള്ള ആളുകൾ കളിയാക്കി വിളിച്ച പേരാണ് നസ്രാണി. ഇവൻ നസ്രേനെ പോലെ യേശുവിനെ പോലെ തന്നെ ജീവിക്കുന്നു, നസ്രേനായ യേശുവിൻ്റെ പോലെ തന്നെ സ്വഭാവം, നസ്രേനായ യേശുവിൻ്റെ പോലെ തന്നെ ജീവിത രീതി. അതുകൊണ്ട് മറ്റുള്ള ജാതിക്കാർ വിളിച്ച പേരാണ് നസ്രാണികൾ. എന്നാൽ ഇന്ന് എന്നെയും നിങ്ങളെയും ഈ സമൂഹം എന്ത് വിളിക്കും? നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ വിനയം കണ്ട്, നമ്മുടെ സ്നേഹം കണ്ട് വിളിക്കുമോ ക്രിസ്ത്യാനികൾ? നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ജീവിതം അനുകരിക്കുവാൻ, നമ്മുടെ പിതാക്കന്മാർ പട്ടിണിയുടെ മധ്യത്തിൽ മുണ്ട് മുറുക്കി കുത്തിയെടുത്ത് അതിരാവിലെ എഴുന്നേറ്റ് ഹാലലുയ പാടിയ പിതാക്കന്മാരുടെ മക്കളാണ്. സന്ധ്യാസമയത്ത് അവർ ഉറങ്ങുവാൻ പോകുന്നത്, കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി പാടിയ സ്തുതി ഗീതങ്ങൾ ആ അപ്പന്മാരുടെ കൊച്ചുമക്കൾ. ഇന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സമയമുണ്ട്? അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. യേശുവിൻ്റെ വരവ് അതിവിദൂരമല്ല. നമ്മൾ ഉണർന്നേ മതിയാകൂ, മാനസാന്തരത്തിൻ്റെ അനുഭവം കായിച്ചേ മതിയാകൂ. അതുകൊണ്ട് എനിക്ക് ആശംസിക്കുവാനുള്ളത് ഇത് മാത്രമാണ്. ഈ വർഷത്തെ ക്രിസ്തുമസ് നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂടുകളായി രൂപാന്തരപ്പെടുത്തി, മാനസാന്തരം വന്ന ഹൃദയങ്ങളിൽ, അന്തരം വന്ന ഹൃദയങ്ങളിൽ, സ്നേഹമുള്ള ഹൃദയങ്ങളിൽ യേശു വന്ന് പിറക്കട്ടെ. ആ യേശു നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. ആ യേശു ആകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ്, യേശു പൈതലിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ജനനം സർവജനത്തിനും സന്തോഷം പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ്. ഇത് വലിയ പ്രത്യാശയുടേതായ ഒരു പെരുന്നാളാണ്. ഈ സമയത്ത് സന്തോഷം അനുഭവിക്കാത്തവരായി എത്രയോ മനുഷ്യരാ നമുക്ക് ചുറ്റുമുള്ളത്. വ്യത്യസ്ത കാരണങ്ങളാൽ രാത്രിയിൽ കിടന്നാൽ ഉറങ്ങാൻ സാധിക്കാത്ത വിധം അത്രമാത്രം ഹൃദയം തകർന്ന് മനുഷ്യർ കഴിയുമ്പോൾ, സ്വർഗം ഈ മനുഷ്യജാതിക്കു വേണ്ടി സന്തോഷം ആശംസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിൽ, സന്തോഷിക്കുന്നവരായ നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണമോ ആ സന്തോഷം പകരുവാൻ എനിക്കും നിങ്ങൾക്കും, നമുക്കോരോരുത്തർക്കും വലിയൊരു കടമയുണ്ട്. അത് നമ്മുടെ ചുമതലയാണ്. അതിനായിട്ട് ഈ ക്രിസ്തുമസിൻ്റെ അവസരത്തെ, ഈ പെരുന്നാളിനെ നാം പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കും. ഈ ക്രിസ്തുമസ് ആഘോഷം
അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാകുകയും ചെയ്യും. ഒപ്പം വീണ്ടും തിരുവചനം പറയുകയാണ്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ വലിയൊരു പ്രകാശം കണ്ടു എന്നുള്ളതാണ്. നമ്മൾ അന്ധകാരത്തെ അതിൻ്റെ വാക്യാർത്ഥത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. രാത്രിയിൽ നാം ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആയാൽ നാം ഒക്കെ അങ്ങ് അസ്വസ്ഥരാകുകയാണ്. അന്ധകാരത്തെ നമുക്ക് വളരെ ബുദ്ധിമുട്ടോടെ മാത്രമേ നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ വെളിച്ചത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും. തിരുവചനം പറയുകയാണ്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ വലിയൊരു പ്രകാശം കണ്ടു. ഉണ്ണിയേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ അതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രകാശത്തിലേക്ക് നടന്നടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നാമൊക്കെ ചിന്തിക്കാം, ഈ ആധുനിക യുഗത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കെല്ലാവരെയും എപ്പോഴും മുഖാമുഖം കാണാം. നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം മുഴുവനെന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില ഹായ് ബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലേ ഇപ്പോഴത്തെ പല മാനുഷിക ബന്ധങ്ങളുമെന്ന് ശാന്തമായി ചിന്തിക്കുക. ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഹൃദയസ്പർശിയായ അനുഗ്രഹീതമായ ഒരു ബന്ധം പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ? മനുഷ്യരെയൊക്കെ നാം ചില പുറംമോടികളെന്ന് പറയുന്നത് പോലെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നുവെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് മനുഷ്യരെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്നേഹിക്കുന്നതിനും ക്രിസ്തു യേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗവും ഭൂമിയും പുൽകുന്നതായ ദൈവവും മനുഷ്യനും കൂടെ ഒന്നിക്കുന്നതായ നശ്വരതയും അനശ്വരതയും കൂട്ടിയിണക്കുന്നതായ വിണ്ണും മണ്ണും ഒന്നാകുന്നതായ സമ്പത്തും ദാരിദ്ര്യവും തമ്മിൽ കോംപ്രമൈസ് ആകുന്ന ആ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഈ ക്രിസ്മസ് ആഘോഷം വഴി നമുക്ക് സാധിക്കേണ്ടതല്ലേ? തിന്മയുടെ കോട്ടകളെ തകർത്തെറിയാനുള്ള ആർജവത്തോടെ പാപത്തോടും സാത്താൻ്റെ ശക്തികളോടും മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാത്ത, മനുഷ്യരെ വെറുമൊരു കച്ചവട വസ്തുവിനെ പോലെ കണക്കാക്കി പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി സ്വർഗം ദൈവം എങ്ങനെയാണോ മനുഷ്യരായിരിക്കണമെന്ന് ആഗ്രഹിച്ചത് അതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക്, അതേ പ്രിയപ്പെട്ടവരെ, അങ്ങ് ഏദന്റെ പറുദീസായിൽ ആദവും ഹവ്വയും പാപം ചെയ്യുന്നതിനു മുമ്പ് ഏതൊരവസ്ഥയിൽ ദൈവവുമായുള്ള സംസർഗത്തിൽ ജീവിച്ചു, അതുപോലെ ദൈവത്തോട് ചേർന്നു മനുഷ്യർ തമ്മിലും ആ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, കൃപയുടെ നിറവിൽ എല്ലാവർക്കും അവരവർക്ക് യോഗ്യമായ അവരർഹിക്കുന്ന എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിലനിർത്തുന്ന ഒരു പുതിയ ലോകക്രമത്തിന്
അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ തന്നെ സമത്വത്തിൻ്റെതായിട്ടുള്ള എല്ലാവരെയും അംഗീകരിക്കുന്ന നവ ലോകക്രമം അത് ഈ 2016 ക്രിസ്തുമസ് ആഘോഷം വഴി സാധിക്കുമെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ ക്രിസ്തുമസ് ആഘോഷം വെളിച്ചത്തിൻ്റെ ക്രിസ്തുമസ്, സമാധാനത്തിൻ്റെ ക്രിസ്തുമസ്, നന്മയുടെ ക്രിസ്തുമസ്, മനുഷ്യബന്ധങ്ങളുടെ ഇഴയെടുപ്പത്തിൻ്റെ ക്രിസ്മസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്മസ്, ആരെയും അന്യരെന്ന് കാണാത്ത, എല്ലാവരും എൻ്റേതെന്ന് കരുതുന്ന, സ്വാർത്ഥത ലേശം പോലുമില്ലാത്ത, വാരിക്കൂട്ടുന്നതിന് പകരം ഞാനും എനിക്കുള്ളതും നിങ്ങളുടേതെന്ന് പറയുന്ന കർത്താവ് യേശു തൻ്റെ എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിസ്സഹായനെ പോലെ നമ്മുടെ മുമ്പിൽ കാണപ്പെട്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരെ പ്രതി വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുന്ന ആ അനുഗ്രഹീതമായ നന്മയിലേക്ക് കടന്നു വരുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായ പുണ്യകരമായ ക്രിസ്മസ് നേർന്നുകൊണ്ട് ഒപ്പം പടിവാതിക്കൽ നിൽക്കുന്ന പുതുവത്സരത്തിൻ്റെ നന്മകളും നേരട്ടെ. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. സംരക്ഷിത ജാതികളിൽ വരുവിൻ, പാടിൻ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം